ബേസിൽ കാലക്കെട്ട് ബേസിൽ ഏറ്റവും വെടിക്കെട്ട് പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഫാമിലിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. പൊളിയായിരുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ കാണേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ല പടമായിരുന്നു. യാതൊരു ലാഗും ഇല്ല. അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കുക എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും പിന്നെ ഒരു എന്താ പറയുക ഒരു അണ്ടർഡോഗ് സ്റ്റോറി. ഒരു അടിപൊളി പടമാണ്. എല്ലാവരുടെ ആക്ടിങ് ഒക്കെ അടിപൊളി. ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. നല്ല പടം, അടിപൊളി പടം. അടിപൊളിയാണ്. സൂപ്പർ 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 അടിപൊളി സൂപ്പർ പടം. പടത്തെക്കാളും അടിപൊളി ബേസിലിന്റെ പെർഫോമൻസ് കേട്ടോ. ഉഗ്രാണ്. ബേസിൽ കാലക്കെട്ട് ബേസിൽ ഏറ്റവും വെടിക്കെട്ട് പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത്. പടവും വെടിക്കെട്ട്. സജിനൊക്കെ കിടിലിനവരും ലിജോ മോളോ എല്ലാവരും പെർഫോമൻസിന്റെ പേരിലാണ് പടം ഓടുന്നത് കേട്ടോ. ഉഗ്ര പെർഫോമൻസ്. ഡയലോഗ് ഇപ്പം നമ്മുടെ ബേസിലെ ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, കിടിലിനായിട്ടുണ്ട്. ഉഗ്ര അടിപൊളി. നല്ല പടമായിരുന്നു. ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഫാമിലിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ഫാമിലി പൂർണ്ണമായിട്ടും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമയാണ്. വളരെ അച്ഛന് പൊന്മാ സൂപ്പറാന്ന് പറയാങ്കോ. സൂപ്പർ പടം. സൂപ്പർ നല്ല ഇമോഷണൽ പടം. പ്രേക്ഷകർക്ക് കണ്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? കണ്ണു നിറഞ്ഞു പോയി. അടിപൊളി പടമാണ്. അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണണം. എല്ലാവരും വന്ന് കാണണം. നല്ല സിനിമയാണ്. ഗംഭീര സിനിമയാണ്. ജ്യോതിഷേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യാനൊന്നും പറയില്ല. ഒരു തഴക്കവും പഴക്കവും വന്ന പോലെയുള്ള നല്ല ഡയറക്ഷൻ, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല അഭിനയം എല്ലാവരുടെയും. ഗംഭീര സിനിമ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറെ പുതുമുഖങ്ങളൊക്കെ ഓഡിഷൻ ചെയ്തെടുത്ത അടിപൊളി പടമായിരുന്നു. ഇവരൊക്കെ അടിപൊളിയായിരുന്നു. ഞാനും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ട്. പടം എന്തായാലും ഹിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. ഇതിനൊരു ഭാഗമാകാൻ പറ്റിയ സന്തോഷം. ഹിറ്റാണ്. പടം ഹിറ്റാണ്. എല്ലാവരും മാക്സിമം പോയി തിയേറ്ററിൽ തന്നെ വന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണാം. എല്ലാവരും പടമാണ്. അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണുക. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഗംഭീര പെർഫോമൻസ് ആണല്ലോ. താങ്ക് യു. നല്ല സന്തോഷം. ഭയങ്കര പേഴ്സണൽ സിനിമയാണ്. ഈ പറയുന്ന പോലെ ഭയങ്കര എന്താ പറയുക, ചെയ്തപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ചെയ്ത സിനിമയാണ്. അത് ഇങ്ങനെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ്. നല്ല വൈബ്. അടിപൊളി വൈബല്ലേ. ഇമോഷണൽ സീൻസ് ഒക്കെ ഉള്ളൊരു പടമാണല്ലോ. അതെ അതെ. പെർഫോമൻസ് കണ്ണുകൾ കൊണ്ട് മാത്രമൊക്കെയുള്ള പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്നില്ല. അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നു? ഈ ക്യാരക്ടർ ഭയങ്കര നന്നായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ക്യാരി ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. തിയേറ്ററിൽ നല്ല കയ്യടി കിട്ടുന്നു. അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെ ആൾക്കാർ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ ആ കയ്യടി കിട്ടുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇഷ്ടപ്പെടും. കണക്ട് ആവും. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഇന്ദോവൻ ചേണ്ട 4 ചെറുപ്പക്കാരൻ പറഞ്ഞ നോവലാണ് പടമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ജ്യോതിഷേണ്ട ആദ്യത്തെ സംവിധാനമാണ്. എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും പടം കണ്ടിട്ട് പറയും. താങ്ക് യു സോ മച്ച്. ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. സാധാരണ ഇനി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയാം. ഞങ്ങൾ ഹാപ്പിയാണ്. കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. താങ്ക് യു. ഇനി ഞാൻ എന്താ പറയണ്ടത്? എത്രയോ ദിവസം ഇന്റർവ്യൂസിലെല്ലാം അത് തന്നെയായിരുന്നു പറഞ്ഞത്. എല്ലാവരും പടം കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടിട്ട് പറയും. അതെ, എനിക്ക് തോന്നുന്നു ഇതുവരെ ബേസിൽ ചെയ്തതിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും ഇത്. പടം അടിപൊളി പടം. സൂപ്പർ കിടിലം പടം. എന്തായാലും ഒരു അടുത്തൊരു ഹിറ്റ് ആവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പെർഫോമൻസ് ഒരു രക്ഷയില്ല. ബേസ്ലൈനാണെങ്കിലും ലിജോ, അമ്മാൻ ചെയ്ത ക്യാരക്ടർ, ദീപകൻ ചെയ്ത ചെറിയൊരു ക്യാരക്ടറാണ്, അതും അടിപൊളിയായിട്ടുണ്ട്. ബേസിക്കലി എല്ലാം ഡിറക്ഷൻ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സിനിമ.
പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. പോട്ടെ. സന്തോഷമുണ്ട്. കാരണം ഒരു ബുക്ക് സിനിമയാകുമ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. രസമായിട്ട് വന്നിട്ട് സിനിമ ഭയങ്കര ഇമോഷണൽ ആകും. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര രസമുണ്ട്. സ്ഥിരം കോമഡി വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ബേസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്ന പടമാണല്ലോ. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബേസിൽ. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാമായിരുന്നു, കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു ഇത് കാരണം നമുക്ക് പല സ്ഥലത്തും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ ക്യാരക്ടർ പിന്നെ മരിയാനോ എന്ന് പറഞ്ഞ ക്യാരക്ടറും ശരിക്കും അത് രണ്ടുപേരുടെ ഒരു പ്ലേ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ലിജോ ചെയ്ത ക്യാരക്ടർ എല്ലാവരും നന്നായിരുന്നു. ശരി, പടം സൂപ്പറായിരുന്നു. മോള് പറയും പറഞ്ഞു. പടം സൂപ്പറാണ്. എനിക്ക് ചെറിയൊരു ഇതുണ്ട്, അല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും മാക്സിമം കാണാൻ നോക്കാം. സൂപ്പർ പടം. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളെപ്പോഴും ബേസിൽ ജോസഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വേറൊരു തരത്തിൽ സ്ത്രീധനം എന്നുള്ളൊരു കാര്യം എത്തിക്കാൻ മാക്സിമം നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന് വേറൊരു നല്ലൊരു മെസ്സേജ് കൂടെ കൊടുക്കുന്ന പടമാണ്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും വന്ന് കാണേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ വന്ന് കണ്ട് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ റിവ്യൂ പക്ക പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും വന്ന് കാണുക. അടിപൊളി പടമാണ്. എല്ലാവരുടെ ആക്ടിങ് ഒക്കെ അടിപൊളി. കൊല്ലം കാണിക്കുന്ന വീഡിയോ എടുത്തേക്കുന്നതും ഒക്കെ കൊല്ലം ആ ഏരിയയൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്ന പടമാണ്. സൂപ്പർ. ബേസിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു അവാർഡ് തന്നെ കൊടുക്കണം ബേസിൽ. ഈ പടത്തിൽ സത്യമായിട്ടും നല്ല രീതിയിൽ അഭിനയിച്ചു. ലിജോ മോളും നന്നായിട്ട് അഭിനയിച്ചു. മരിയാനോ ആ അത് എല്ലാവരും ആക്ടിങ് അടിപൊളി. പൊളിയായിരുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ കാണേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ്. ആ ഷുവറായിട്ട് എല്ലാം പൊളിയായിരുന്നു. ബേസിൽ നമ്മൾ നോർമലി കാണുന്നതിനേലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയമായിരുന്നു ഇതിൽ കാണുന്നത്. ഒരു സോഷ്യൽ പൊളിയായിരുന്നു. ഒരു രക്ഷ കോമഡി അല്ല, എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് നല്ല എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു മൂവിയാണ്. നല്ലൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വെച്ചിട്ട് ചെയ്തേക്കണം നല്ലൊരു മൂവി. ബേസിൽ ജോസഫിൻ്റെ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു കോമഡി ആ ഒരു ടൈപ്പിൽ നിന്ന് മാറി ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഈ സിനിമയ്ക്കകത്ത് തന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നമ്മൾ ഉള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക, ബാക്കി സമയത്ത് നമ്മൾ പോരാടുക എന്ന് പറയുന്നത്. അത് ഏതൊരു മിഡിൽ ക്ലാസ് ആ ബേസിൽ ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ജോലി വെച്ച് മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു സംഭവം അത് തന്നെയാണ്. ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ബാക്കി സമയത്ത് പോരാടുക. അതുപോലെ തന്നെ സ്വർണം, പൊന്ന്, എങ്ങനെയാണ് കുടുംബബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പല മെസ്സേജുകളുണ്ട്. എന്നാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ നല്ല രസകരമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതിപ്പോൾ സജിൻ ഗോപു ആണെങ്കിലും ബേസിലാണെങ്കിലും ലിജോ മോളാണെങ്കിലും പിന്നെ ലിജോ മോളുടെ ബ്രദറായിട്ട് അഭിനയിച്ചാണെങ്കിലും എല്ലാവരും ഈ സിനിമയിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. കറക്റ്റ് റൺ ടൈമാണ് 2 മണിക്കൂർ. യാതൊരു ലാഗും ഇല്ല. അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും പിന്നെ ഒരു എന്താ പറയുക, ഒരു അണ്ടർഡോഗ് സ്റ്റോറി, ഒരു സാധാരണക്കാരൻ്റെ ഒരു വിജയം. നമ്മൾ സ്ക്രീനിൽ എപ്പോഴും വിജയങ്ങൾ സമ്മാനിച്ചാണ് അങ്ങനെയുള്ളൊരു സ്റ്റോറി. ആ ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്കും പിന്തുടരുന്നത്. രസകരമായിട്ട് വന്നിട്ടുണ്ട്. ബേസിലിൻ്റെ ജനപ്രിയ താരം എന്ന് വിളിക്കുന്ന ബേസിൽ ഇതിനിടയ്ക്ക് പറഞ്ഞു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. പക്ഷേ പടിപടിയായിട്ട് ബേസിൽ ആ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീര സിനിമയാണ്, ഗംഭീര പെർഫോമൻസാണ് എല്ലാവരുടെയും.